എഴുന്നേറ്റ് നല്ല ചാടം ചാടിക്ക്. 1 2 3 സ്റ്റാർട്ട്. ഭൂമിയിലുള്ളവർക്ക് അത് ഒരു വലിയ ട്രാപ്പായി മാറും. എന്താ അതിന്റെ കാരണം? ഒരു ട്രാപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഗ്രഹിപ്പാൻ കഴിയാതെ അതിൽ പെട്ടുപോയിട്ടുള്ളൊരു ട്രാപ്പ്. ചടിക്കും. 1 1 2 3 അല്ല, എല്ലാം ഒരുമിച്ച് അടിക്കും. 1 2 3 സ്റ്റാർട്ട്. തെസ്സലോനിക്കലേഖനത്തിൽ വായിച്ചില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? നമ്മളവിടെ വായിച്ചു, വ്യാജത്തിന്റെ ആത്മാവിനെ ദൈവം കൽപ്പിച്ചാക്കും. അപകടപൂർണമായ ഒരു ദിവസം നാം ജീവിക്കുന്നു. ഞാനത് പറയുമ്പോൾ ക്ഷമിക്കണം. ആത്മീയ ഗോളത്തിൽ, ഭൗമിക ഗോളത്തിൽ, സോഷ്യൽ വേൾഡിലും സ്പിരിച്വൽ വേൾഡിലും ഈ വ്യാപാരത്തിന്റെ ഈ വ്യാജാത്മാവിനെ ശ്രദ്ധിക്കുമ്പോൾ ആഗോളമായ ക്രിസ്ത്യാനികൾ ഭൂമിയുടെ എല്ലാ കോണിലും പ്രോസ്പെറിറ്റി ഗോസ്പൽ പ്രസംഗിക്കുമ്പോൾ, ഭൗമിക നേട്ടങ്ങളും ഭൗമിക നന്മകളും വരുമ്പോൾ വേദപുസ്തകം വെളിപ്പെടുത്തി ഇതൊരു ട്രാപ്പാണ്. മറക്കരുത്, ദൈവപുത്രന്റെ രാജ്യം കഷ്ടതയുടെ രാജ്യമാണ്. അവൻ വെളിപ്പെടുത്തി ഇത് കഷ്ടതയുടെ രാജ്യമാണ്, ക്രൂശിന്റെ അനുഭവമാണ്. ഇത് സുഭിക്ഷയുടേതും ഇത് സമ്പത്തിന്റെയും രാജ്യമല്ല. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്. അതിനെത്രയോ വിപരീതമായ ക്രിസ്ത്യ പ്രസംഗമാണ് ഇന്ന് ടിവിയിലും ലോകത്തിലും കേൾക്കുന്നത്. മനുഷ്യനെ വഞ്ചിക്കുന്ന വ്യാപാരം. ചിരിക്കുകയാണല്ലേ? ഞാൻ ചിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, സർവഭൂതലത്തിലും വസിക്കുന്നവർക്ക് ഇതൊരു ട്രാപ്പായി മാറും. എനിക്കറിയാം, ഞാന് അനുഗ്രഹങ്ങൾ കൊടുക്കുന്നൊരു വ്യക്തിയായി, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനായി, സമ്പത്ത് വർദ്ധിക്കുമെന്ന് പ്രസംഗിക്കുന്നവനായിരുന്നെങ്കിൽ ഈ മൈതാനം ആളുകളെ കൊണ്ട് തിങ്ങിയേനെ. നമുക്ക് ശരിക്കും സമയമുണ്ട്. ഓക്കെ, യെസ്. മനുഷ്യൻ കാപട്യം വിശ്വസിക്കുന്നു, ബൈബിൾ വെളിപ്പെടുത്തുന്നു, ദൈവം അത് വിശ്വസിപ്പാൻ ഇടയാക്കി മാറ്റും. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഞാനൊരു സത്യം കൂടെ ഓർപ്പിക്കട്ടെ. ലോകത്തിൽ, ഭൗമിക ലോകത്തിൽ ഈ വ്യാജത്തിന്റെ ആത്മാവ് വ്യാപരിച്ചു കഴിഞ്ഞു. അയ്യോ എന്റെ കർത്താവ്, ഇങ്ങനെ വെറുതെ വിടത്തില്ല. ദൈവപുത്രൻ നമ്മളോട് പറഞ്ഞു, കണി പോലെ ലോകത്തിൽ സംഭവിക്കും. ഞാൻ എന്താ ചെയ്യണ്ടേ? പ്രസംഗിക്കണോ, പാടണോ, ആടണോ? കണി പോലെ സംഭവിക്കും. എന്തുകൊണ്ട് സംഭവിക്കും? എങ്ങനെ സംഭവിക്കും? ആടണം, പാടണം. ഇതിവരാ പറയുന്നത്. നിങ്ങളെന്താ പറയുന്നത്? ആടണം, പാടണം. അവൻ പറഞ്ഞ വാക്കുകൾ ഓർക്കുക. ആ വാക്കുകൾ ഞാൻ അപഗ്രഥിക്കുമ്പോൾ ഒന്നുകൂടെ ഞാൻ പറയട്ടെ. യേശുക്രിസ്തു പറഞ്ഞു, ഞാനല്ല പറഞ്ഞത്, സർവഭൂതലത്തിലും വസിക്കുന്നവർക്ക് സംഭവിക്കും. ഇറ്റ് ഈസ് എ വേൾഡ് വൈഡ് സ്നേർ. ഇന്ന് രാത്രി എല്ലാം ഒരുമിച്ച് ചെയ്യാൻ പോവാ. പാടുന്നു, ആടുന്നു, പ്രസംഗിക്കുന്നു, എല്ലാം നടത്തുന്നു. യെസ്, ആഗോളമായ ഒരു കാപട്യം. അതിനെത്രയോ വിപരീതമായ ക്രിസ്ത്യ പ്രസംഗമാണ് ഇന്ന് ടിവിയിലും ലോകത്തിലും കേൾക്കുന്നത്. മനുഷ്യനെ വഞ്ചിക്കുന്ന വ്യാപാരം. ഉറക്കെ എന്ന് പൊട്ടിച്ചിരിച്ചേ പോരാ. ഉറക്കെ
ആഗോളമായ ക്രിസ്ത്യാനികൾ ഭൂമിയുടെ എല്ലാ കോണിലും പ്രോസ്പെറിറ്റി ഗോസ്പൽ പ്രസംഗിക്കുമ്പോൾ, ഭൗമിക നേട്ടങ്ങളും ഭൗമിക നന്മകളും വരുമ്പോൾ വേദപുസ്തകം വെളിപ്പെടുത്തി ഇതൊരു ട്രാപ്പാണ്. ഇതൊരു ട്രാപ്പാണ്. ഇതൊരു ട്രാപ്പാണ്. മനുഷ്യനെ വഞ്ചിക്കുന്ന വ്യാപാരം. ഇതൊരു ട്രാപ്പാണ്. യെസ്, ആഗോളമായ ഒരു കാപട്യം. കർത്താവ് പറഞ്ഞു, സർവഭൂതലത്തിലും വസിക്കുന്നവർക്ക് ഇതൊരു ട്രാപ്പായി മാറും. ഇതൊരു ട്രാപ്പാണ്. മനുഷ്യനെ വഞ്ചിക്കുന്ന വ്യാപാരം. യെസ്, ആഗോളമായ ഒരു കാപട്യം. ഇവിടെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ യോഗം ഒന്നും ഒരിക്കലും വൃഥാവല്ല. ഇതെല്ലാം ഒരു ഗ്ലോബൽ ലെവലിലേക്ക് എത്തപ്പെടാൻ പോവാണ്. യെസ്, ആഗോളമായ ഒരു കാപട്യം. കർത്താവ് പറഞ്ഞു, സർവഭൂതലത്തിലും വസിക്കുന്നവർക്ക് ഇതൊരു ട്രാപ്പായി മാറും. ഭൂമിയിലുള്ളവർക്കത് ഒരു വലിയ ട്രാപ്പായി മാറും. എന്താ അതിന്റെ കാരണം? ഒരു ട്രാപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഗ്രഹിപ്പാൻ കഴിയാതെ അതിൽ പെട്ടുപോയിട്ടുള്ളൊരു ട്രാപ്പ്. ഇതൊരു ട്രാപ്പാണ്. മനുഷ്യനെ വഞ്ചിക്കുന്ന വ്യാപാരം. ഇവിടെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ യോഗം ഒന്നും ഒരിക്കലും വൃഥാവല്ല. ഇതെല്ലാം ഒരു ഗ്ലോബൽ ലെവലിലേക്ക് എത്തപ്പെടാൻ പോവാണ്. യെസ്, ആഗോളമായ ഒരു കാപട്യം. അയ്യോ, എന്റെ കർത്താവ്, ഇതിങ്ങനെ വെറുതെ വിടത്തില്ല. ഇതൊരു ട്രാപ്പാണ്. ഞാൻ എന്താ ചെയ്യണ്ടേ? പ്രസംഗിക്കണോ, പാടണോ, ആടണോ? ഭൂമിയിലുള്ളവർക്കത് ഒരു വലിയ ട്രാപ്പായി മാറും. ഇതെന്നെ ഇഷ്ടപ്പെട്ടു? ശരി, എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു. യെസ്, ആഗോളമായ ഒരു കാപട്യം.